പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള സോഷ്യൽ മീഡിയ താരവും അതുപോലെ തന്നെ മോഡലും ആക്ട്രസും ആയിട്ടുള്ള നേഹ റോസ് ആണ്. നേഹ, വെൽക്കം ടു ദി ഷോ. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, മോഡലിംഗ് രംഗത്തേക്കുള്ള നേഹയുടെ എൻട്രി എങ്ങനെയായിരുന്നു? ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ജോബ് റിസൈൻ ചെയ്തതിന് ശേഷമാണ് മോഡലിംഗിലേക്ക് പ്രവേശിച്ചതെന്ന്. അതിനെ കുറിച്ചൊന്ന് പറയാമോ? അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ അതൊരു വലിയ സ്റ്റോറിയാണ്. പിന്നെ നമ്മളെപ്പോഴും ഒരു ഇതല്ലേ, നമ്മൾ ജീവിതത്തിൽ റിസ്ക് എടുക്കാതെ ഒരിക്കലും വിജയിക്കലാണെന്നില്ലേ. നമ്മൾ റിസ്ക് എടുത്ത് നോക്കാം, കിട്ടിപ്പോയ പോയി എന്നുള്ളത് തന്നെയാണ്. അപ്പം നമുക്ക് റിസ്ക് ഒക്കെ എടുത്ത് നോക്കാം എന്നുള്ളൂ. വീട്ടിലെങ്ങനെയായിരുന്നു? സപ്പോർട്ടീവ് ഒക്കെ ആയിരുന്നു? ആ ചോദ്യത്തിനകത്ത് യാതൊരു പ്രസക്തി ഇല്ലാത്ത കാര്യം. ഡെഫിനറ്റ്ലി നമ്മളിപ്പോൾ ഒരു ജോലിയൊക്കെ റിസൈൻ ചെയ്തൊരു മോഡലായിട്ട് പോകാന്നൊക്കെ പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു വീട്ടിൽ ഞാൻ മിഡിൽ ഫാമിലി നമ്മളെല്ലാവരും തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം അല്ല. അത് ഞാനേ ഇഷ്ടം പോലെ ചെയ്തേ ഉള്ളൂ. വേറെ നിവൃത്തി ഇല്ലാത്തോണ്ടെന്ന് പറയുന്നില്ല, അല്ല അങ്ങനെയല്ല, സമ്മതിച്ചല്ലേ പറ്റൂ, അത്രേ ഉള്ളൂ. അതെ, മോളെ ഇപ്പൊ ഓക്കെ. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, കരിയർ ബ്രേക്ക് കിട്ടിയുള്ള പ്രൊജക്ട് ഏതായിരുന്നു നേഹയ്ക്ക്? എനിക്ക് കരിയർ ബ്രേക്ക് എന്ന് പറയാനായിട്ട് ഒരു സംഭവം, ഒരു മൂവി അത്രയ്ക്ക് സംഭവം ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ചെയ്തതൊന്നും ക്യാരക്ടേഴ്സ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇതായിട്ടില്ല. പക്ഷെ എന്താ അറിയില്ല, എന്നെ എല്ലാവർക്കും അറിയാം. അങ്ങനെ ഇപ്പൊ ഈ മോഡലിംഗ് ചെയ്യുന്ന ആളുകൾ എല്ലാവരും ഇങ്ങനെ ബിഗ് സ്ക്രീന് സ്വപ്നം കണ്ടുവരുന്നവരാണ്. അപ്പോ ഈ വൈറൽ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എല്ലാവരും ചെയ്യുന്ന ബോൾഡ് ഫോട്ടോഷൂട്ട് എല്ലാം ചെയ്യുന്നതും ആ ഒരു രീതിയിലാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് നേഹയ്ക്ക് പറയാനുള്ളത്? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. മോഡലിംഗ് വേറെ മേഖലയാണ്, സിനിമ വേറെ മേഖലയാണ്. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവർ അതിനുള്ള റൂട്ട് നോക്കണം, അഭിനയിക്കാൻ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പെർഫോമൻസ് വീഡിയോസ് എടുത്ത് ഡയറക്ടേഴ്സിന് അയച്ചു കൊടുക്കണം. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്നതിനകത്തുള്ള ക്യാരക്ടറുകൾ ചെയ്തതൊക്കെ തന്നെ അത് ഹാപ്പൻ ആയതാണ്. ഞാൻ പ്രൊഫഷണൽ ആയിട്ടുള്ള ഈ മോഡലിംഗ് ഫീൽഡിൽ നിന്ന് അതങ്ങനെ ഹാപ്പൻ ആയതാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് കൂടുതൽ സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹം വന്നു തുടങ്ങി. അപ്കമിങ് പ്രൊജക്ട്സ് ഏതെങ്കിലും നിലവിലുണ്ടോ? തെലുങ്കിൽ ഒരു പ്രോജക്റ്റ് ഇങ്ങനെ എൻക്വയറി വന്നായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യില്ല. മേ ബി ഒരു ഫെബ് മാർച്ച് ഒക്കെ ആയിരിക്കും അതിങ്ങനെ സംസാരിച്ചു. അത് എനിക്ക് അറിയാവുന്ന ഒരാളാണ്, അവർ ത്രൂ വന്നൊരു സാധനമുണ്ട്, അതിങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ബോൾഡ് ഫോട്ടോഷൂട്ടിന് താഴേക്ക് വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബാഡ് കമന്റ്സ് ഉണ്ട്. പിന്നെ അങ്ങനത്തെ കോമന്റ്സ് ഒക്കെ കാണുമ്പോൾ എന്താണ് തോന്നാറില്ല? പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ടോ അങ്ങനത്തെ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ? ഇല്ല, അങ്ങനത്തെ കമന്റ്സ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കമന്റുകൾ വായിച്ചു നോക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ബിക്കോസ് ബഹുജനം പലവിധം പല രീതിയിൽ ചിന്തിക്കുന്ന മനുഷ്യരായിരിക്കും ലോകത്തിലുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെയും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പോലെ അവരവർ ചിന്തിക്കും അല്ലേ. പിന്നെ ചില കമന്റ്സ്, അതായത് ഇപ്പം വീട്ടിലിരിക്കുന്നവരെ ചീത്ത വിളിച്ചു അങ്ങനെയൊക്കെ ഓരോരോ ആളുകൾ വന്ന് പറയത്തില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ തന്നെ ക്യാരക്ടറാണ് അവിടെ മോശമാക്കപ്പെടുന്നത്. അവർ മോശമായത് കൊണ്ടാണ് അവർ അങ്ങനെ വീട്ടിലിരിക്കുന്നവരൊക്കെ പറയുന്നത്. ബിക്കോസ് അവരവരുടെ വീട്ടിലവരുടെ പേരൻസിന് അങ്ങനെയൊക്കെ ആയിരിക്കും പറയാറുള്ളത്. പക്ഷെ അതല്ലാതെയുള്ള ഇപ്പം അഭിപ്രായ വ്യത്യാസങ്ങൾ, നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടു ഒരു ഇന്റർവ്യൂവിന് ഇരിക്കുന്നു, അത് അംഗീകരിക്കാൻ പറ്റാത്തവരുണ്ടാവും. അതൊക്കെ അവരുടെ കാഴ്ചപ്പാടാണ്. നമുക്കിപ്പോൾ അവരെയൊക്കെ ഓരോരുത്തരെ പോയി തിരുത്താൻ നടന്നാൽ നമുക്ക് വേറെ ഒരു പണി ഉണ്ടാവില്ല. ഇവരെ തിരുത്തി പോകാനല്ലേ പറ്റുള്ളൂ. സ്വന്തം കാര്യം നോക്കി ജീവിക്കും. ഓക്കെ, നേഹയുടെ ഫോട്ടോസ് എല്ലാം എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ബോൾഡ് ഫോട്ടോസ് ആണ്. അപ്പൊ അങ്ങനത്തെ ഫോട്ടോസ് ഇടുന്നത്, പോസ്റ്റ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ വൈറലാവാൻ വേണ്ടിയിട്ടാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അപ്പോൾ അവരോട് എന്താണ് പറയുന്നത്? സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്, വൈറലാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മെസ്സിയുടെ ആ ഒരു ജേഴ്സി ഇട്ടിട്ടുള്ള ഒരു പിക്ക് ഉണ്ടായിരുന്നു, അതില് ഷോർട്സ് ഒന്നും ഇട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ്സ് താഴെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ വൈറലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഈ എല്ലാ ആളുകളും ഇപ്പൊ ടിക്ടോക്ക് ഒക്കെ അല്ലേ, എല്ലാവരും വീഡിയോസ് ചെയ്യുന്നത് എന്തിനാ? 10 പേര് കാണാൻ വേണ്ടിയാ. എല്ലാവരും 10 പേര് കാണാൻ വേണ്ടി. ഇപ്പൊ ഇന്റർവ്യൂ എന്തിനാ എടുക്കുന്നത്? 10 പേര് കാണാൻ വേണ്ടിയാ. അപ്പൊ അതില് എന്റെ ശ്രദ്ധിക്കപ്പെട്ടു. ഞാൻ ഭാഗ്യവതിയാണ്. നിങ്ങൾക്ക് ആ ഭാഗ്യമില്ലായിരുന്നു, ശ്രദ്ധിക്കപ്പെട്ടില്ല. അത്ര എനിക്കതിൽ പറയാനുള്ളൂ. അതായത് പക്ഷെ അത് വൈറലായി അങ്ങനെ ഒരു അർത്ഥത്തിലല്ല. നമ്മൾ എന്തിപ്പോൾ സിനിമ ചെയ്യുന്നത് എന്തിനാ? ഒരു സിനിമ ഒരാൾ സംവിധാനം ചെയ്യുന്നത് അത് കഥ കടിച്ച് മുറിക്കാത്തിരുന്ന് കാണാനല്ലല്ലോ. ഒരാളൊരു സിനിമ ചെയ്യുന്നത് പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യുന്ന എല്ലാ ഷൂട്ട്സും മറ്റുള്ളവർ കാണണമെന്ന് വിചാരിച്ച് തന്നെയാണ്. പക്ഷെ നമ്മുടെ ഉദ്ദേശം മോശമായിട്ടുള്ളൊരു ഉദ്ദേശമല്ല. ഓക്കെ, സിനിമയാണ് അപ്പോൾ സ്വപ്നം?
അങ്ങനെയല്ല, എനിക്ക് ഞാൻ നേരത്തെ ഒരിക്കലും ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, എനിക്ക് സിനിമയല്ല, എനിക്കൊരു എന്താ പറയുക, എനിക്ക് ഇന്റർനാഷണൽ ലെവൽ അറിയപ്പെടുന്ന ഒരാളാകണം എന്നാണ് കുറച്ച് നാളുടെ എൻ്റെ ആഗ്രഹം. ഇന്റർനാഷണൽ ലെവലിൽ ഇപ്പം പലരും ഇതിന്റെ താഴെ നിന്ന് കമന്റ് എഴുതും, ബോൾഡ് ഫോട്ടോസ്, അങ്ങനെയല്ല. ഇന്റർനാഷണൽ ലെവൽ മീൻസ് നമുക്ക് ഒരുപാട് രീതിയിൽ ഇന്റർനാഷണൽ ലെവൽ അറിയപ്പെടാം. നമുക്ക് വേണമെങ്കിൽ യുണൈറ്റഡ് നേഷൻസിലൂടെ വർക്ക് ചെയ്ത് ഇന്റർനാഷണൽ ലെവൽ അറിയപ്പെടാം. നമ്മൾക്ക് അവിടെ യുനെസ്കോയിൽ പോയി വർക്ക് ചെയ്ത് കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടാം. എന്തൊക്കെ കാര്യങ്ങൾ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു ലെവലിലുള്ള പ്ലാറ്റ്ഫോം യൂസ് ചെയ്യണം. അങ്ങനെ പോകണമെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ എനിക്ക് വരുന്ന സിനിമകൾ വന്നാൽ അത് ചെയ്യണം. അങ്ങനെ ഡൈവേഴ്സിഫിക്കേഷൻ അതാണ്. ഓക്കെ ഓക്കെ. അപ്പോ അപ്കമിങ് പ്രൊജക്ട് തെലുങ്കിലാണുള്ളത് അല്ലേ? അപ്പൊ സൈൻ ചെയ്തിട്ടില്ല, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയാസിലൊക്കെ ഈ ഒരു ബോൾഡ് ഷൂട്ടിന്റെ ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ അത്യാവശ്യം ബാഡ് കമന്റ്സ് ചെയ്യുന്നവർക്കൊക്കെ നല്ല ചുട്ട മറുപടി കൊടുത്തതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ബോൾഡ്നെസ് അല്ലെങ്കിൽ ഒരു മനക്കരുത്ത് കിട്ടിയത് എങ്ങനെയാണ്? അതിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു സാഡ്നെസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ചുട്ട മറുപടി എന്ന് പറയുന്നതിനകത്ത് ഞാനങ്ങനെ എല്ലാവർക്കും മറുപടി കൊടുക്കാറില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബഹുജനം പലവിധം, വിധത്തിലുള്ള മനുഷ്യരുടെ ഭൂമിയിലുള്ളത്. മറുപടി കൊടുത്തിട്ടുള്ളത് അത്രയ്ക്ക് ഇപ്പം വീട്ടിലിരിക്കുന്നവരെ പറയുക, അങ്ങനെയുള്ള മോശം കാര്യങ്ങളൊക്കെ പറഞ്ഞ് 1-2 പേർക്ക് മറുപടി കൊടുത്തു. ഒരിക്കലും ഒരു 18 വയസ്സോ മറ്റുള്ളൊരു പെൺകുട്ടി ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ കയറി കമന്റ് ഇട്ട് കണ്ടു. അപ്പൊ ആ കുട്ടിയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ മാന്യമായ മറുപടി അവർക്ക് കൊടുത്തു. അത് തെറ്റായിട്ട് ഫീൽ ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെ മറുപടി കൊടുക്കാറുണ്ട്. ഒരുപാട് കമന്റ്സ് കണ്ടു, അവർക്ക് വീട്ടുകാരില്ലേ, വീട്ടുകാർ ഇത് നോക്കില്ലേ, എന്താ അങ്ങനെ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കുറെ പേര് അതിന് താഴെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ പറയുന്ന ആളുകളോട് എന്താണ് നേഹയ്ക്ക് പറയുള്ളത്? വീട്ടുകാരില്ലേ, വീട്ടുകാർ നോക്കില്ലേ എന്ന് പറഞ്ഞാൽ, അതായത് ഓരോ ഡ്രസ്സിംഗ് ആണ് ഒരു വ്യക്തിയെ എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്ന എന്നാണ്. ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, ഞാൻ ഇതിന് മുമ്പ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തിരുന്നു. അതങ്ങനെ ഭയങ്കര മോഡേൺ ഡ്രസ്സിലൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ഫോൺ എടുത്ത് വെച്ചിട്ട് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആ സമയത്താണ് തോന്നിയത് ഞാൻ ഇങ്ങനെ എടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ നിന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ ഒരു ഫോൺ കോൾ ഇങ്ങനെ ഔചാര്യമായി വന്നതുകൊണ്ടിട്ടാണ്. അതിനകത്ത് വ്യക്തമായി പറഞ്ഞിരുന്നു, മോഡലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ശരീരത്തിന്റെ ഷെയ്പ്പാണ് മോഡലിംഗ്. നമ്മൾ എന്തിനാ ജിമ്മിൽ പോകുന്നത്, എക്സസൈസ് ചെയ്യുന്നത്? ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം ഷേപ്പിലിരിക്കാൻ, അതിനാണല്ലോ പോകുന്നത്. അതെ, അതിനുവേണ്ടി മാത്രമാണല്ലോ പോകുന്നത്. ആണുങ്ങൾ മസിൽസ് വരണം, അങ്ങനെ പല ആഗ്രഹത്തിനോട് പോകുന്നു. അപ്പൊ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ എല്ലാ ഭാഗവും നല്ല ഷേപ്പിൽ തന്നെ ഇരിക്കണം. ഷേപ്പിൽ കാണിക്കുക എന്നല്ല, നമുക്ക് ഷേപ്പ് ഉള്ളപ്പോൾ നമ്മൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും കാണിച്ചു എന്ന് ആളുകൾക്ക് തോന്നും. കാരണം ഷേപ്പ് ഉള്ളത് കൊണ്ട് അങ്ങനെയാണ്. ഒരു ജീൻസും സാധാരണ ഷർട്ടും ഇട്ടാലും അത് കാണിക്കുകയാണെന്ന് പണ്ട് കാലത്തുള്ളവർ പറയുമായിരുന്നു. ഇപ്പൊ അത്രയും പറയത്തില്ല. ഇപ്പൊ എല്ലാ പെൺപിള്ളേരും ജീൻസും ടോപ്പ് ഇടുന്നതിനെ കൊണ്ട്. പക്ഷെ മേ ബി നമ്മുടെ പേരൻസിന്റെ ഒക്കെ കാലം നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ വലിയ ചേച്ചിമാരുടെ ഒക്കെ കാലം നോക്കുക, ആ സമയത്ത് ഒരു സാധാരണ ടീഷർട്ടും ജീൻസും ഇട്ടാലും ഇവള് കാണിക്കുവാണോ ചിന്തിക്കുമായിരുന്നു. അതെന്തുകൊണ്ട്? അവർ കാണിക്കാൻ വേണ്ടി ഇടുന്നതല്ലല്ലോ. ചിന്ന ഇങ്ങനെ പറയുന്നില്ല. അപ്പൊ അത്യാവശ്യം ബോഡി ഷേപ്പ് ഉള്ള ആരെന്തിട്ടാലും ആളുകൾ അങ്ങനെ പറയും. അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ ആയിട്ടുള്ളൊരു പ്രശ്നമായിരിക്കും. ഒരുപക്ഷെ അവർക്ക് ആ ഷേപ്പ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ അത് അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ആഡ് ബാക്ക് ചെയ്യാം. ഈ മോഡലിംഗിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്താ ചോദിക്കാൻ വന്നു? അല്ല, മോഡലിംഗിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആ കംഫർട്ട് ഫീൽ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ആ രീതിയിൽ ഉണ്ടാവുമല്ലോ. മോഡലിംഗ് രംഗത്ത് തന്നെ അഡ്ജസ്റ്റ്മെന്റ് ആ ഒരു രീതിയിലൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോ സിനിമ ഫീൽഡിൽ തന്നെ നമുക്ക് ഒരുപാട് അറിയാലോ. ഇപ്പൊ ഇഷ്യൂസ് കുറെ നടക്കുന്നതാണ്, അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചിട്ട് നമുക്ക് ഇന്ന് വർക്ക് കിട്ടുള്ളൂ. ആ രീതിയിൽ നമുക്ക് മോഡലിംഗിലും ആ ഒരു രീതിയിലും ഉണ്ടോ? ഈ ചോദ്യം ഞാൻ നിരോധിച്ചിരിക്കുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ചോദ്യം കഴിഞ്ഞ 6 മാസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഓടി എല്ലാവർക്കും മടുത്തൊരു സംഭവമാണ്. ലോകത്തിലെ മനുഷ്യർ പലവിധമല്ലേ, നമുക്ക് താല്പര്യം ഇല്ലാത്തടത്തോ നമ്മൾ മാറി നിൽക്കുക. അത്ര എനിക്ക് അതിൽ പറയാം. ഇപ്പോ നമ്മുടെ കേരളത്തിലെ, എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലായിരിക്കും കൂടുതൽ ഇങ്ങനെ സെക്സ് ആ ഒരു രീതിയിൽ നമുക്ക് സംസാരിക്കാൻ വേണമെങ്കിൽ. കാര്യം ആ ഒരു രീതിയിലായിരിക്കും കമന്റ് ബോക്സിനകത്ത് കൂടുതലായിട്ടും ആളുകൾ റിപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ റേറ്റ് ചോദിച്ചിട്ടായാലും ആ രീതിയിലൊക്കെ ഓരോ ബോൾഡ് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ഗ്ലാമറസ് ചെയ്യുന്ന ആളുകളുടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന് താഴെ വന്നിട്ട് ആളുകൾ ചെയ്യുന്ന കമന്റ്സ് അങ്ങനെ ആയിരിക്കും. ആ രീതിയിൽ അവരുടെ വികാരത്തെ അവർ പറയുന്നത്. അപ്പോൾ കേരളത്തിൽ മാത്രമാണോ അതോ ടോട്ടലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ഈ കേരളത്തിലാണോ ആളുകൾക്ക് ഇത്രയും ദാരിദ്ര്യം എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ദിയൊക്കെ തോന്നുന്നുണ്ട്. ദിയയുടെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആളുകൾ കമന്റ് ചെയ്യാറുണ്ടോ? എന്റെ ചെയ്യാറില്ല, ഞാൻ ബോൾഡ് ഫോട്ടോഷൂട്ടൊന്നും ചെയ്യാറില്ല. അയ്യോടാ, കേരളത്തിന്റെ പുറത്തുള്ള ആളുകൾ നല്ല കമന്റ് ചെയ്യാറുണ്ടോ? നല്ല കമന്റ്സ് ആയിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് കേരളത്തിലായിരിക്കും കുറച്ച് കൂടുതൽ ആളുകൾ. എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ മലയാളികൾ എത്ര മോശമൊന്നുമല്ല. ലോകത്തിനുള്ള എല്ലാ ഭാഗത്തും
ഭാഗത്തും പല തരത്തിൽ ചിന്തിക്കുന്ന മനുഷ്യരല്ലേ ഉള്ളത്. അപ്പൊ നമുക്ക് ഇന്ന ആള് മോശം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ എക്സ്പോഷർ കുറവാണ് എന്നൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടല്ലേ. അപ്പോൾ നേഹ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ പ്രപ്പോസൽസ് ഒരുപാട് വന്നിട്ടുണ്ടോ ഈ ഒരു ഫീൽഡിൽ നിന്ന്? അത് റിലേഷൻ ഉണ്ടോ ഈ ഫീൽഡിൽ നിന്നോ അതോ പുറത്തുനിന്നോ? നമ്മുടെ ഈ മോഡലിംഗ് ഫീൽഡിൽ തന്നെ നമുക്ക് വരാം. കണ്ട അവിടെ മോഡലിംഗ് ഫീൽഡ് കൊണ്ടിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. മോഡലിംഗ് ഉള്ള ആളോട് നമുക്ക് അതല്ലേ ചോദിക്കാൻ പറ്റുക. മോഡലിംഗ് ഫീൽഡിലുള്ളവർക്ക് ആ ഫീൽഡിൽ നിന്ന് തന്നെ വരണമെന്നുണ്ടോ പുറത്ത്? അപ്പൊ ഏതൊരു റിലേഷൻ ഉണ്ട്? ഇല്ല, എനിക്ക് റിലേഷൻസ് ഒന്നുമില്ല. ഇല്ല, സിംഗിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ, സിംഗിൾ ആണ് നേഹ. അപ്പൊ പ്രപ്പോസൽസ് ഉണ്ടെങ്കിൽ വരാല്ലേ? ഓ, വെൽക്കം. ഓക്കെ. ഞാനൊരു ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോ പേര് പറയുന്ന ആളുടെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തമ്മിൽ റിലേഷനിലാണ് എന്ന് കുറച്ച് ന്യൂസ് ഉണ്ടായിരുന്നു. അത് നേഹയ്ക്കാരെന്ന് മനസ്സിലായി കാണും. ആ ഒരാളുടെ തമ്മിൽ ഇവര് തമ്മിൽ റിലേഷൻ ആണെന്നുള്ള ഒരു ന്യൂസ് കുറച്ച് വൈറലായിരുന്നു. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതേക്കുറിച്ച് സത്യത്തിൽ ഈ ചോദ്യത്തിലൊക്കെ പണ്ടെപ്പോഴോ നടന്ന സംഭവല്ലേ. പക്ഷെ അതിപ്പോഴും ആളുകൾ എടുത്ത് നടക്കുന്നു എന്നതിനാണ് കാര്യം. ഇപ്പോഴും ആളുകൾ പറയുന്നുണ്ട്, റിലേഷനിലാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ സൈബർ ബുള്ളിങ് എന്നൊരു സംഭവമുണ്ട്. അത് രണ്ടുപേരും ഒരുമിച്ച് വീഡിയോ ചെയ്താലോ, രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചാലോ, അല്ലെങ്കിൽ ഇരുന്ന് ഫോട്ടോ എടുത്താലോ അവർ തമ്മിൽ റിലേഷൻ ആണ്, അല്ലെങ്കിൽ അവർ റീൽ ചെയ്താലോ, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതിന് നമുക്ക് സൈബർ ബുള്ളിങ് എന്നേ പറയാൻ പറ്റുള്ളൂ. സൈബർ ബുള്ളിങ്ങിന് ഒരു ഭാഗമാണതല്ല. അതാ എനിക്ക് പറയാനുള്ളത്. അത് അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. അത് ഈ വഴിക്ക് വിടുക. ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മോഡൽ എന്ന രീതിയിൽ നമുക്ക് എന്തായാലും സൊസൈറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ ഹൗ യു ഫേസ് ഗുഡ് തിങ്സ് ഓർ ബാഡ് തിങ്സ്? എന്തൊക്കെയാണ് ഗുഡ് തിങ്സ്, എന്തൊക്കെ ബാഡ് തിങ്സ്? എനിക്ക് മനസ്സിലായില്ല. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തായാലും നമ്മൾ ഫേസ് ചെയ്യണം. അതിപ്പോ നല്ല രീതിയിലായാലും ബാഡ് ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് ഫേസ് ചെയ്യണം. അതെങ്ങനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേഹ വിചാരിച്ചിരിക്കുന്നത്? നിഗ്ലക്ട് ചെയ്യണം എല്ലാവരെയും നല്ല നിഗ്ലക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിഗ്ലക്ട് ചെയ്യണം. അതായത് പണ്ട് കാലത്ത് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇല്ലാതിരുന്ന ടൈമൊക്കെ ഇല്ലേ, നമ്മൾ ഇന്ന് ഈ സ്കൂളിലൊക്കെ പഠിച്ചോണ്ടിരുന്ന ആ ഒരു ടൈമില് ആ ഒരു ടൈമിലൊക്കെ സ്കൂള് മേ ബി +2 ആ ഒരു സമയത്തൊക്കെ ഈ ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂടി പരദൂഷണം പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ലേ. ഇങ്ങനെ ഈ അവള് ശരിയല്ല, ഇവള് ശരിയല്ല, ഇങ്ങനെ സിനിമാ നടിമാരെ കുറ്റം പറയുന്നവരും മോഡൽസിനെ പറ്റി കുറ്റം പറയും. എന്റെ ക്ലാസ്സിൽ പഠിച്ച എനിക്കറിയാം, ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ അപ്പൊ ഞാൻ അന്ന് ചെറുപ്പത്തില് ചിന്തിക്കുമായിരുന്നു, എന്തിനാണ് ഇവരിങ്ങനെ മറ്റുള്ളവരെ പറ്റി പറയുന്നത്? അപ്പൊ അവരുടെ സ്വന്തം കാര്യം നോക്കിയാൽ പോരെ, അവരെന്താന്ന് അവർക്ക് നോക്കിയാൽ പോരെ. ഞാൻ അന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു, അവർക്ക് നേരിട്ട് കണ്ടിട്ടില്ലാത്ത പരിചയപ്പെട്ടിട്ടില്ലാത്ത ആളുകളെ കുറിച്ച് എവിടെയോ വരുന്ന എന്തൊക്കെയോ വിളിച്ചു പറയുക. അപ്പൊ മേ ബി അത് അന്ന് എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റി. അപ്പൊ ഇന്നിപ്പോ വലുതാകുമ്പോ എനിക്ക് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലെ സംഭവം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ആളുകളെല്ലാം കൂടെ അപ്പം ഇപ്പൊ ഈ വട്ടമേശ സമ്മേളനമില്ല, അതൊക്കെ സോഷ്യൽ മീഡിയയിലാണ്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരാൾ പറയും, അതിന്റെ അടിയിൽ അതേ മെന്റാലിറ്റി ഉള്ള ഒരാൾ വന്നൊരു കമന്റ് ഇടും, റിപ്ലൈ കൊടുക്കും, വീണ്ടും അതിന് അങ്ങനെ പോകുന്നു. ഇപ്പൊ ഈ വട്ടമേശ സമ്മേളനം അറിയാവുന്നവര് തമ്മിലല്ല, ഗ്ലോബലൈസേഷനാ. അറിയാൻ വയ്യാത്തവര് തമ്മില്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? മനസ്സിലായി. എന്തോ മനസ്സിലായി? അറിയാത്തവർ തമ്മിൽ ഒരു ബന്ധമില്ലാത്ത, ഇപ്പൊ അറിയാത്ത ഒരാളായിരിക്കും, അവർക്ക് വന്നിട്ട് ഇവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു ഫോട്ടോയോ ഒരു വീഡിയോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വെറുതെ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോവാ, അത്രേ ഉള്ളൂ. അതിന് കമന്റ് ആയിട്ട് അവരെ പോലും അറിയാത്ത ആരോ വന്ന് കമന്റ് ചെയ്യുന്നു. അത്ര അങ്ങനെ പോകുന്ന ഒരു പരദൂഷണം ഒരു ഗ്ലോബലൈസേഷൻ രീതിയിലേക്കൊക്കെ മാറും. അതാണ് എനിക്ക് ഇതിന് പറയാനുള്ളത്. പക്ഷെ അതല്ലാതെ നോക്കിക്കഴിഞ്ഞാല് അതെ, നിങ്ങൾക്ക് വ്യക്തിപരമായ ഒരാളെ അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനു പറയണം എന്നുള്ളതാണ്. പക്ഷെ അത്രയ്ക്ക് ഭീകരമായിട്ടുള്ളൊരു സൈബർ ബുള്ളിങ് എന്ന് ഞാൻ നേരിട്ടിട്ടില്ല. ഇങ്ങനെ ഭീകരം എന്ന് വെച്ചാൽ അതിഭീകരമായിട്ടുള്ള ഭയങ്കര ഒരു അങ്ങനത്തെ ത്രെറ്റ് ഇല്ല. കാരണം അങ്ങനത്തെ അത്രയ്ക്ക് ഇതായിട്ടുള്ള ഒരു സംഭവം ഇന്ത്യ മൊത്തം വൈറലായി കത്തിപ്പെടുന്ന അങ്ങനത്തെ സംഭവം ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതുപോലെ സൈബർ ബുള്ളിങ് വരുന്ന ആളുകൾക്ക് കുറെ പേര് ഡിപ്രഷൻ സ്റ്റേജിൽ വരെ പോയിട്ടുണ്ടോ? ഇതുപോലെ ഒരുപാട് പേര്, ചില ആളുകൾ കമന്റ്സ് നോക്കുന്ന, എല്ലാവരും ഒരേ മൈൻഡിൽ നിൽക്കുന്ന ആളുകളല്ല. ചിലവര് കമന്റ്സ് നോക്കിയിട്ട് അത് മൈൻഡിൽ എടുക്കുന്ന ആളുകളായിരിക്കും, ചില ആളുകൾക്ക് അത് അപ്പോഴേ വിട്ട് കളയുന്ന ആൾക്കാരാണ്. ഈ കമന്റ്സ് മൈൻഡിൽ എടുക്കുന്ന ആളുകൾ എന്ന് വെച്ചാൽ അവർ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അതായത് മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റി കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ കമന്റ്സ് സീരിയസ് ആയിട്ട് എടുക്കുന്നത്. പക്ഷെ എനിക്ക് വരുന്ന കമന്റ്സ് എല്ലാ നെഗറ്റീവ് കമന്റും ഞാൻ വായിച്ചു നോക്കാറുണ്ട്. അത് ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുന്നതുകൊണ്ടല്ല, എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാ. ഇങ്ങനെയും ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ എന്നപ്പോ ഞാൻ ഇരുന്നിങ്ങനെ ആലോചിക്കും, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാ, ശരി, ഓക്കെ, അങ്ങനെ ഞാൻ വിചാരിക്കാറുള്ളൂ. അതുപോലെ ഞാൻ പക്ഷെ വായിച്ചു നോക്കാറുണ്ട്.
ഉണ്ട്. പക്ഷെ അത് ബാധിക്കത്തില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഒരു അടുത്തൊരു ചോദ്യം എനിക്ക് ചോദിക്കാമെന്ന് വെച്ചാൽ, ഇപ്പൊ മോസ്റ്റ് വേർസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ദ ഇൻഡസ്ട്രി ആൻഡ് മോസ്റ്റ് ഗ്രേറ്റസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ദ ഇൻഡസ്ട്രി എന്തൊക്കെയായിരുന്നു? ഇപ്പോൾ ഈ മോഡൽ ആയിക്കോട്ടെ, ഇപ്പോൾ ആക്ട്രസ് ആയിക്കോട്ടെ, ഈ രീതിയിൽ വരുമ്പോൾ നമുക്ക് ഗുഡ് ഉണ്ടാവും, ബാഡ് ഉണ്ടാവും. ആ രീതിയിൽ നേഹയ്ക്ക് ഏത് രീതിയിൽ ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയിട്ടുള്ളത്? കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഫീൽഡ് ആയതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതൊരു വല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും നല്ല എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഞാൻ അവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ അവിടെ നിന്ന് തന്നെയാണ് ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അവിടെ കുറേ നാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് പേഴ്സണൽ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. പക്ഷെ അതിനിടയ്ക്കും എനിക്ക് എൻ്റെ മോഡലിംഗ് കരിയറിനെ ബാധിക്കാതെ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. പിന്നെ ഇടയ്ക്ക് വെച്ചത് ബ്രേക്കായി. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതെന്താ പറയാനില്ലാത്തതുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസ് പറയാനുണ്ട്. ഞാൻ ഒരുപാട് നല്ല ഫാഷൻ വീക്കുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒത്തിരി നല്ല ഇന്ത്യയിലെ ടോപ്പ് കൊറിയോഗ്രാഫേഴ്സിൻ്റെ കൂടെ നല്ല ഡിസൈനേഴ്സിനോട് വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇപ്പം നമ്മുടെ നാട്ടിലെ പല മോഡൽസും ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുവാണ്. ഇങ്ങനെ ബോംബെ മോഡലിനെ പോലെ ആവണം, ഡൽഹി മോഡലിനെ പോലെ ആവണം, എനിക്ക് ഇന്ന ഷോ ചെയ്യണം ആഗ്രഹിക്കുന്നു. പക്ഷെ അവർക്ക് ഇപ്പോഴും എത്തിപ്പെടാൻ പറ്റുന്നില്ല അല്ലേ. പക്ഷെ എൻ്റെ കരിയറിൻ്റെ തുടക്കം അവിടെയായിരുന്നു. ഞാൻ അത്രയ്ക്കും നല്ല ഷോകൾ എൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ എനിക്ക് കിട്ടി. മേ ബി ഒരു ഷോയോ വല്ലോ ഒക്കെ നോർമൽ ചെയ്തു. അപ്പം തന്നെ എനിക്ക് അതുപോലെയുള്ള ഡിസൈനേഴ്സിൻ്റെ കൂടെയും നല്ല നല്ല ഷോകൾ ചെയ്യാനുള്ള അവസരമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ അതാണ് കണ്ടത്. അതാണ് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ രജിസ്റ്ററായി ഞാൻ വെച്ചിരിക്കുന്നത്. കാരണം അത് പ്രൊഫഷണൽ ഫാഷൻ വീക്സ് അങ്ങനെ കണ്ടിട്ടുള്ളത് കൊണ്ട് അതൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കണ്ടു. ഇതിന് കുറച്ചും കൂടെ ഭാഗ്യമാക്കാമായിരുന്നു. ഒന്നുകൂടെ ഹാർഡ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ മേ ബി ഇനിയും ഒരു ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ചെയ്യാൻ പറ്റുമായിരുന്നു. അതെന്റെ കുറ്റമാണ്. എൻ്റെ പേഴ്സണൽ പ്രോബ്ലംസ് കൊണ്ട് ഞാനൊരു 2 ഇയേഴ്സ് കരിയർ ബ്രേക്ക് എടുത്തിരുന്നു മോഡലിംഗിൽ നിന്ന്. അപ്പോൾ ആ 2 ഇയേഴ്സ് കൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അപ്പം അവിടെയാണ് അത് സംഭവിച്ചത്. ഓക്കെ. അതാണ് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്.